സ്നേഹമുള്ളവരെ, ഇന്ന് പിറവിക്കാലം രണ്ടാം ഞായറാഴ്ചയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള തിരുവചന ഭാഗമാണ്. 52 വരെയുള്ള ഭാഗം. ഈ ഭാഗത്തിൻ്റെ പ്രധാനമായ പ്രതിപാദന വിഷയം ബാലനായ യേശു ദേവാലയത്തിൽ എന്നുള്ളതാണ്. ഉപാധ്യായന്മാരുടെ കൂടെ ഇരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, അവരെ ശ്രവിക്കുന്ന ബാലനായ ഈശോയാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഒരു സംഭവം, ഈശോയും മാതാവും യോസേപ്പിതാവും കൂടെ യെരുശലേമിൽ തിരുനാളിന് പോകുന്നു. തിരുനാൾ കൂടി തിരികെ വരുമ്പോൾ ഈശോയെ കാണാതാകുന്നു. പിന്നീട് 3 ദിവസത്തിന് ശേഷം ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു. അപ്പോൾ അവിടുന്ന് ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ കാണുകയാണ്. ഇതാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യഹൂദ ചരിത്രം, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ സ്ത്രീയായ മാതാവിനും 13 വയസ്സ് തികയാത്ത ഈശോയ്ക്കും, ബാലനായ ഈശോയ്ക്കും യെരുശലേമിൽ തിരുനാളിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ഈ സുവിശേഷ ഭാഗം പറയുന്നത് അവർ ആണ്ടുതോറും പെസഹ തിരുനാളിന് യെരുശലേമിൽ പോയിരുന്നു എന്നുള്ളതാണ്. ഭക്തരായ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തിരുന്നു. അവരുടെ കുട്ടികളെയും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ തരത്തിലാണ് ഇവിടെ യോസേപ്പിതാവും മാതാവും ഈശോയും പോകുന്നത് നമ്മൾ കാണുന്നത്. അവർ പോകുന്ന യാത്രയ്ക്ക് പ്രത്യേകതയുള്ളത്, ബന്ധുക്കളും ചാർച്ചക്കാരും ഒരുമിച്ച് ചേർന്ന് ചെറു സംഘങ്ങളായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഇവർ പോയതെന്ന് ഈ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള സൂചനയുണ്ട്. എന്നിട്ട് ചില സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് ചേരുമായിരുന്നു, ചില വിശ്രമ സങ്കേതങ്ങളിൽ. അപ്പോൾ അങ്ങനെയാണ് യാത്ര പോയിരുന്നത്. അപ്പോൾ ബന്ധുക്കളും ചാർച്ചക്കാരുമാണ് കൂടെയുള്ളതിനാൽ ഈ ചെറു സംഘങ്ങളിൽ മാറി യാത്ര ചെയ്യുകയും പതിവായിരുന്നു. അപ്പോൾ 12 വയസ്സുള്ള ബാലനെ യഹൂദ രീതി അനുസരിച്ച് പക്വതയുള്ള ആളായിട്ടും കണക്കാക്കിയിരുന്നു. കൂടുതൽ സാമർഥ്യമുള്ളവർ, കുട്ടികൾ, അങ്ങനെ സംഘങ്ങൾ മാറി ഈ ബന്ധുക്കളുടെ ഇടയിൽ യാത്രയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന, അവൻ ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടയിൽ ഉണ്ടാകുമെന്ന് കരുതി ഒരു ദിവസത്തെ യാത്ര അവർ പിന്നിട്ടു. എന്നിട്ട് പിന്നീട് അന്വേഷിക്കുമ്പോൾ, അവർ ഒരുമിച്ച് ചേർന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇല്ല എന്ന് മനസ്സിലാക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ദിവസത്തെ യാത്രയെ അവർ പിന്നിട്ടുള്ളൂ. പക്ഷെ അവർ കണ്ടെത്തുന്നത് 3-ാം ദിവസമാണ്. നോക്കൂ, എത്ര പര്യാകുലതയോടെയാണ് അവർ അന്വേഷിച്ചിരിക്കുന്നതെന്ന്. പല സ്ഥലങ്ങളിൽ, എവിടെയെല്ലാം സ്ഥലങ്ങളിൽ അവർ അന്വേഷിച്ചിട്ടുണ്ട്. അവസാനം അവർ ജെറുസലേമിൽ ദേവാലയത്തിൽ എത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഭാഗം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന ഇതാണ്: പതിവായി ദേവാലയത്തിൽ പോകുന്ന മാതാപിതാക്കളുടെ മക്കൾ ദേവാലയത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മക്കൾ ആത്മീയതയിൽ നിന്ന്, ദേവാലയ പരിസരം ഒന്നും അധികം അകലെ പോകില്ല. അവര് പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങിയാൽ അവസാനം ഈ ആത്മീയതയുടെ സങ്കേതങ്ങളിലേക്ക് തിരികെ എത്തും എന്നൊരു സൂചന ഈ ഭാഗം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം കുറെ നാളുകൾക്ക് മുമ്പ് മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ചില വൈദികർ മദർ തെരേസയോട് ചോദിച്ചു, എന്താണ് അമ്മേ ഈ ഭാഗം നൽകുന്ന സന്ദേശം? അപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഈ ഭാഗം നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ആകുലചിത്തരാകണം, അവരെ അന്വേഷിക്കുന്നവരാകണം. ഈ കാലത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ഭാഗം അങ്ങനെയുള്ള സൂചനകൾ തന്നെ തരുന്നുണ്ട്, സന്ദേശം തരുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് അന്വേഷിക്കുന്നവരാകണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഓർക്കുകയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത്, ആൻറ്റി ഡ്രഗ്സ് ക്ലാസ് ആണ്, അവിടെ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ 7-ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവർ മുടി ചീകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അവർ മുഷിഞ്ഞ വസ്ത്രങ്ങളാണോ വീണ്ടും ധരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അവർ പല്ല് തേക്കുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം വേറൊരു വീട്ടമ്മ പറഞ്ഞതാണ്, മദ്യത്തിന് അടിമയായ ഒരു മനുഷ്യനെ കുറിച്ച്. മധ്യവയസ്കനാണ്, അയാൾ പല്ല് തേക്കുന്നില്ല എന്ന് പറയാണ്. 2-3 ദിവസമായിട്ട് ഒരേ വസ്ത്രം തന്നെയാണ് ഇടുന്നത് എന്ന് പറയാണ്. ജോലിക്ക് ചെന്ന ഒരു സ്ത്രീയാണ്, അവസാനം സഖി ഇട്ടിട്ട് അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇത് കുട്ടികളെക്കുറിച്ചും ശ്രദ്ധിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം.
അതെല്ലാം അപകട സൂചനകളാണ് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ്. അപ്പോൾ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈശോ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാണ്. ആത്മീയതയിൽ താല്പര്യമുള്ളവരായിട്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുള്ളവർ, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാം മറന്നുപോകുന്ന കുട്ടികൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തിഭദ്രത നഷ്ടപ്പെടുത്തിയല്ല, മറിച്ച് ആത്മീയ കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് മറ്റ് കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുന്ന ആളുകളാണോ നമ്മൾ എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളെ അങ്ങനെ വളർത്താൻ പറ്റുന്നുണ്ടോ? ഓർക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കാഞ്ഞിരപ്പള്ളി അച്ചായൻ എന്ന് തന്നെ പറയാം. ആ തരത്തിലുള്ള ഒരു അച്ചായൻ പറയുകയാണ്. അദ്ദേഹം വിദേശിയാണ്, യൂറോപ്യൻ നാടുകളിലാണ്. അവധിക്ക് കുട്ടികളെയായിട്ട് വരുന്നു. 10ാം ക്ലാസ്സിനും 11ാം ക്ലാസ്സിനും പഠിക്കുന്ന കുട്ടികളാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വലിയ സങ്കടമാണ് അച്ഛാ. കാരണം പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് കൂടുമ്പോൾ ഈ കുട്ടികൾക്ക് കുർബാന ബോറാണ് എന്ന് എൻ്റെ മക്കൾ പറയുകയാണ്. അവരിതിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോവുകയാണ്. വലിയ സങ്കടത്തോടെയാണ് ആ മനുഷ്യൻ പറയുന്നത്. വേറൊരു സന്ദർഭത്തിൽ ഇതാണ്, 70ഓളം യുവജനങ്ങൾ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുകയാണ് ഒരു വൈദികൻ. ആ വൈദികൻ ചോദിക്കുന്നു അവരോട്, കാർലോ അക്യൂട്ടസ് എന്ന് പറയുന്ന കൗമാരക്കാരനായിട്ടുള്ള ആ വിശുദ്ധനെ കുറിച്ച് വൈദികൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ 70ഓളം പേരുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നെങ്കിലും കാർലോ അക്യൂട്ടിസിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? വീട്ടിൽ എപ്പോഴെങ്കിലും സംസാരത്തിൽ വന്നിട്ടുണ്ടോ? 70 പേരും നിശബ്ദരായിരുന്നതേ ഉള്ളൂ. ഒരു വീട്ടിലും അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. വീണ്ടും വലിയ സങ്കടത്തോടുകൂടി ആ വൈദികൻ വീണ്ടും ചോദിക്കുകയാണ്, ലെയോ പാപ്പായെ തെരഞ്ഞെടുത്തതിൻ്റെ ആ വാർത്ത എത്ര വീടുകളിൽ കേട്ടു? നിങ്ങളത് കേട്ടോ? നിങ്ങളുടെ വീട്ടിൽ മാതാപിതാക്കൾ അതിൽ ശ്രദ്ധിച്ചോ? നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കുട്ടികൾക്ക് ഉത്തരമില്ല, ഈ വാക്കൾക്ക് ഉത്തരമില്ല. അവരാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ വീടുകളിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാതാപിതാക്കൾ കണ്ടിരിക്കാം, പക്ഷെ കണ്ട കാര്യം കുട്ടികളോട് പറഞ്ഞിട്ടില്ല, യുവജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അവരതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. നോക്കൂ, സഭയോട് ചേർന്ന് നിൽക്കുന്ന യുവജനങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന മറുപടികളാണ്. അപ്പോൾ ഈ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുള്ളവരായിട്ട്, നമ്മുടെ ക്രൈസ്തവ കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുള്ളവരായിട്ട് എത്ര പേരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്ന ചോദ്യമാണ് നമ്മുടെ പല കുടുംബങ്ങളിലും. അതേസമയം ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ ക്രൈസ്തവ വിരുദ്ധമായ ഒരു സിനിമ 70 പേരിൽ 20ഓളം പേർ ആ സിനിമ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് വിരുദ്ധമായ, ആത്മീയ കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായ, അല്ലെ ക്രൈസ്തവമായ സംസ്കാരത്തിൻ്റെ മഹിമയും അതിൻ്റെ അതുല്യതയും ഒക്കെ പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതിന് പകരം അതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ അത് കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ മാറുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മൂല്യങ്ങളിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോകുന്ന ഒരു തലമുറ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നത് ഒരു ഒരു മത്സരത്തോടനുബന്ധിച്ച്, ഒരു കോളേജിലെ ഒരു മത്സരത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക പരിപാടി, അതൊരു കോമ്പറ്റീഷനാണ്. അവിടെ മാർക്കിടാനായിട്ട് ഇരുന്നത് മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് വിളിച്ച്, അവർക്ക് കുറച്ചുകൂടെ കലാബോധമുണ്ട് എന്ന ധാരണയെ വിളിച്ച്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, വളരെ മനോഹരമായി ക്രൈസ്തവ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോഗ്രാമിന് യാതൊന്നും ലഭിച്ചില്ല. അതിന് സമ്മാനം ലഭിക്കുമെന്ന് തന്നെ പലരും വിചാരിച്ചിരുന്നു. മറ്റ് പരിപാടികളൊക്കെ സെക്കുലർ ആയിരുന്നില്ല, അതും മതപരമായ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഡാൻസുകളും പരിപാടികളും എല്ലാം കൂടെ ചേർന്നായിരുന്നു. അരമണിക്കൂറിൻ്റെ പരിപാടികളുടേതായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കിട്ടുന്നില്ല. നോക്കുക, അത് ഏതോ തരത്തിൽ എല്ലാം അവഗണിക്കപ്പെടുന്നതും തഴയപ്പെടുന്നതുമായ കാര്യങ്ങളുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നാളെ നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഈ കുട്ടികൾ മുതിരില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ കരോൾ ഗാനത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിന് സൗണ്ട് സിസ്റ്റക്കാരെ വിളിക്കുകയാണ്. അത് അവിടുത്തെ അലുമിനി ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ
അവിടെ സംഭവിക്കുന്ന ക്രിസ്മസിനോടനുബന്ധിച്ച് സിനിമാ ഗാനങ്ങളെല്ലാം ഇല്ല. പക്ഷേ ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഒരു സിനിമാ ഗാനം പോലും അവിടെ ഇല്ല. പക്ഷേ അവിടെ മുസ്ലിം പശ്ചാത്തലമുള്ള ഒപ്പനകളുടെ പാട്ടുകൾ അവിടെ വയ്ക്കപ്പെട്ടു. ഹൈന്ദവ പശ്ചാത്തലത്തിലെ ഗാനങ്ങൾ വയ്ക്കപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാലമാണോ എന്ന് പോലും നമ്മൾ ശങ്കിക്കേണ്ടതുണ്ട്. ക്രൈസ്തവീയമായിട്ടുള്ളതൊക്കെ തഴയപ്പെടുന്നുണ്ടോ നമ്മുടെ പോലും സ്ഥാപനങ്ങളിൽ എന്ന് നമ്മൾ അതിൽ ബോധപൂർവമായിട്ടുള്ള രീതിയിൽ പോലും മറ്റിടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ക്രൈസ്തവ ആത്മീയതയും ക്രൈസ്തവ സംസ്കാരങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് നമുക്ക് ശ്രദ്ധിക്കുക. ഉപാധ്യായന്മാരുടെ ഇടയിൽ ഇരുന്ന് ചർച്ച നടത്തുന്നു. അവസാനം ഔസേപ്പിതാവും മാതാവും ഈ ദേവാലയത്തിനുള്ളിൽ കണ്ടെത്തുകയാണ്. ഞാൻ അതിനോട് ചേർത്ത് തന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത് ഇതാണ്. അങ്ങനെയുള്ള അപ്പോൾ പതിവായി ദേവാലയത്തിൽ പോകുന്നവരുടെ മക്കൾ അവർ ആത്മീയ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരായി തന്നെ ഇരിക്കും. ഞാൻ ഓർക്കുന്ന എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ 91 സങ്കീർത്തനം അവർ അക്ഷരം വിടാതെ 4-5 വയസ്സുള്ള 2 കുട്ടികളാണ്, ആങ്ങളെയും പെങ്ങളും കൂടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. വേറെ ഒരു കുട്ടി ആദ്യ കുർബാന പോലും സ്വീകരിച്ചിട്ടില്ല, പക്ഷെ മനോഹരമായിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുകയാണ്. തീരെ വിരളമാണ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ, പക്ഷേ അതും നമ്മുടെ വലിയൊരു സന്തോഷമാണ്. മനോഹരമായിട്ട് കുർബാനയ്ക്ക് കൂടുക. ആദ്യ കുർബാന പോലും സ്വീകരിച്ചിട്ടില്ല, അവന് പ്രാർത്ഥനകൾ ചെല്ലാനൊക്കെ വലിയ ആവേശമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്ന ഇതാണ്. ഒരു സ്ഥലത്ത് ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അമ്മയോട് ഏതോ കാര്യത്തിൽ പിണങ്ങി. അമ്മ എന്നിട്ട് പിണങ്ങി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അമ്മ ആകുലപ്പെട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അവസാനം ഹോസ്റ്റലിൽ വിളിക്കുന്നു, അവരന്വേഷിക്കുമ്പോൾ കൊച്ചിനെ കാണുന്നില്ല. മാതാപിതാക്കളും എല്ലാം കൂടെ വരുന്നു. അവിടെയെല്ലാം പോലീസിലെല്ലാം അറിയിച്ച് പരാതി കൊടുത്ത് എല്ലാം നോക്കി, എങ്ങും വരുന്നില്ല. ഫോണിൻ്റെ ഇത് നോക്കുമ്പോൾ ഹോസ്റ്റലിൽ തന്നെ ഫോൺ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ ആകെ പര്യാകുലപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത്, നമുക്ക് പള്ളിയിലൊന്ന് നോക്കിയാലോ. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അപ്പോൾ അവസാനം പള്ളിയിൽ നോക്കുമ്പോൾ ഉണ്ട്, സമീപ പ്രദേശത്ത് തന്നെയുള്ള ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ മൂലയ്ക്ക് ഈ കുട്ടി ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സുവിശേഷ ഭാഗം തരുന്ന ഒരുപാട് സൂചനകളുണ്ട്. ഇവിടെ 3-ാം ദിവസം കണ്ടെത്തുന്നു, 3 ദിവസം കാണാതാകുന്നു ഒക്കെ ദൈവശാസ്ത്രപരമായ ഒരു കാര്യമുണ്ട്. ഈശോയുടെ പീഡാസഹനവും മരണവും 3-ാം നാളുള്ള ഉയർപ്പും ഇതിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന കാര്യം കൂടെ നമുക്ക് ഓർക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.